കരുവാറ്റയിലെ ശിവൻകുട്ടി ചെട്ടിയാരുടെ കൊലപാതകത്തോടനുബന്ധിച്ച് പല ചോദ്യങ്ങളും പ്രസക്തമായി മുന്നോട്ട് വരുന്നു. 16 വയസ്സും 18 വയസ്സും പ്രായമുള്ള കുട്ടികളെ ജൂനൈൽ ജസ്റ്റിസ് കോർട്ടിൽ ആണോ ട്രയൽ നടത്തുന്നത്, അതോ ഇവരെ മേജർ കോർട്ടിൽ ട്രയൽ നടത്താൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കുന്നത് കാണാം. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡർ, അത് പ്ലാൻ ചെയ്തത് 13 വയസ്സുകാരി അവളുടെ കൊട്ടേഷനാണ് എന്നും അവളുടെ സുഹൃത്തുക്കളായ 3 16നും 18 വയസ്സുള്ള കുട്ടികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. അവരെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് തന്നെ 4 പേരെയും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇപ്പം നമുക്ക് പ്രസക്തമായൊരു ചോദ്യം, ഈ 16-18 വയസ്സ് ഉള്ള കുട്ടികളെ മേജർ ആൾക്കാർ മർഡർ ചെയ്യുന്ന പോലെ ട്രയൽ നടത്താൻ പറ്റുമോ? അതുപോലെ തന്നെ ആ പെൺകുട്ടിയെയും അങ്ങനെ ട്രയലിൽ കൊണ്ടുവരാൻ പറ്റുമോ? എന്തായാലും 13 വയസ്സുകാരിയെ ഒരു കാരണവശാലും നമുക്ക് ഒരു മേജർ ആക്ടിൻ്റെ പരിധി കൊണ്ടുവന്ന് ട്രയൽ നടത്താൻ പറ്റില്ല. അതിന് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഇന്ത്യയിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 മുതൽ 16നും 18നും വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികൾ ജുവനൈലാണ് എങ്കിലും അവരെ മേജർ ആക്ടിൻ്റെ പരിധിയിൽ മേജർ ആൾക്കാരെ ശിക്ഷിക്കുന്ന പോലെ അവരുടെ ട്രയൽ പോലെ നടത്താനായിട്ട് സാധിക്കും. അതിന് ചില കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെയും നമുക്ക് മേജർ ആൾക്കാരെ ട്രയൽ ചെയ്യുന്ന പോലെ മർഡറും അതുപോലെ ആ മേജർ കുറ്റങ്ങൾക്കും ട്രയൽ കോടതിയിൽ നടത്താം. പക്ഷേ ചിൽഡ്രൻസ് കോടതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ട്രയൽ. പക്ഷേ ആ ട്രയൽ ആ ചിൽഡ്രൻസ് കോർട്ട് അത് ഇവരെ ഒരു മേജറായി കണക്കാക്കി തന്നെ ആ ട്രയൽ നടത്തുകയും ചെയ്യും. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഒന്ന്, ഇവരെ 7 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷയുള്ള കുട്ടികളെയാണ് വലിയ ആൾക്കാരുടെ ട്രയൽ പോലെ നടത്തുന്നത്, 16നും 18നും ഇടയ്ക്കുള്ള കുട്ടികളെ. അതിന് ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നടത്തണം. തുടക്കം അവിടെയാണ്. ഒരു പ്രിലിമിനറി അസസ്മെൻറ്റ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവരിത് ഈ കുട്ടികളെ ഈ 16നും 18നും ഇടയ്ക്ക് ഈ 2 കുട്ടികളെ ബോർഡ് അവർ പ്രാഥമികമായ ഒരു അസസ്മെൻറ്റ് ഈ 2 കുട്ടികളെ പറ്റി നടത്തണം. പിന്നെ അവരെ മെൻ്റലും ഫിസിക്കലായിട്ടുള്ള അവരുടെ കപ്പാസിറ്റിയെ പറ്റി എക്സ്പെർട്ടിൻ്റെ, സൈക്കോളജിസ്റ്റിൻ്റെ, സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ വേണം. പിന്നെ അവർക്ക് ഈ കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളീ പറയുന്ന കൊലപാതകം അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ, ഇതൊക്കെ അവർ ചെയ്യുന്നത് ഒരു കോഗ്നിറ്റീവായ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ആണ് ചെയ്യുന്നതെങ്കിൽ അത്രയും അവർക്ക് അറിവുണ്ടെന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ട്. ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ആ 3 കുട്ടികൾക്കുണ്ട്, 4 കുട്ടികൾക്കുമുണ്ട്. പക്ഷേ 3 കുട്ടികൾ 16നും 18നും ഇടയ്ക്കായതുകൊണ്ട് അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റും സോഷ്യൽ എക്സ്പെർട്ടിൻ്റെയും അവർ ഈ കുട്ടികളെ പരിശോധിക്കണം. കാരണം മേജർ കുറ്റങ്ങൾ 7 വർഷത്തിൽ കൂടുതലുള്ള ഹീനിയസായ ക്രൈമാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. അവർ ചെയ്തിരിക്കുന്നത് മുഴുവൻ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു മാനസിക വളർച്ച അവർക്ക് വന്നിട്ടുണ്ട്, ഫിസിക്കൽ കണ്ടീഷനുണ്ട്. അവർ അങ്ങനെ മേജർ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെയും ഒരു സോഷ്യൽ എക്സ്പെർട്ടിൻ്റെയും ഒരു ഒപ്പീനിയൻ പരിശോധനയും കൂടെ ഇതിൽ ഈ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അത് ചിൽഡ്രൻസ് കോർട്ടിൽ ഇവർ അവിടുന്ന് ഒരു ഒപ്പീനിയൻ, അവിടുത്തെ കൂടെ അനുമതി വേണ്ടി വരും. ചിൽഡ്രൻസ് കോർട്ടിൽ അവിടുത്തെ ജഡ്ജ് ഈ കുട്ടികളെ കാണുകയും ഇൻറ്ററാക്ട് ചെയ്യുകയും പരിശോധിക്കുകയും അവരുടെ ഒഫൻസിൻ്റെ ഗ്രാവിറ്റിയെ പറ്റിയൊക്കെ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ചിൽഡ്രൻസ് കോർട്ടിൻ്റെ ഒരു അനുമതി വേണം. അപ്പം സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ എക്സ്പെർട്ടിൻ്റെ കുട്ടിയെ പരിശോധിച്ചൊരു ഒപ്പീനിയൻ, ചിൽഡ്രൻസ് കോർട്ടിൻ്റെ അവിടുത്തെ ഒരു ഒപ്പീനിയൻ വേണം. പിന്നെ ഒരു ഡോക്ടർ, നല്ല എക്സ്പെർട്ടായ ഡോക്ടർ ഇവയൊക്കെ സാധാരണ പോലെ ഉള്ള
ആൾക്കാരുടെ ബുദ്ധി ശക്തി ഇവർക്കുണ്ടോ, കോഗ്നിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ള ഒരു ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റി ഇവർക്കുണ്ടോ, അതിന് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇവരെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 16-നും 18 വയസ്സിലെ ആൾക്കാരെ നമുക്ക് 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന, പ്രത്യേകിച്ച് ലൈഫ് ഇംപ്രസ് അല്ലെങ്കിൽ കൊലപാതകത്തിനൊക്കെ ട്രയൽ നടത്താം. പക്ഷേ ഒരു കാര്യം ഉണ്ടാവും, ഈ 16-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ, അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല. അവരെ തൂക്കാൻ വിധിക്കാൻ പറ്റില്ല. അവർ ആ കേസിനകത്ത് കൃത്യമായ തെളിവുണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള ഒരു സംശയമില്ലാത്ത രീതിയിൽ ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് റയർ കേസായിട്ടൊക്കെ കോടതിക്ക് തോന്നിയാലും ശരി, ഡെത്ത് പെനാൽറ്റി വേണ്ടി കൊടുക്കാൻ ഒക്കില്ല. അതുപോലെ ഈ 16-നും 18 വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടിക്ക് ലൈഫ് ഇംപ്രിസ്മെൻറ്റും കൊടുക്കാൻ പറ്റില്ല. ഈ 2 കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. അതേസമയത്ത് അവർക്ക് കുറേ വർഷത്തേനോ എത്ര നാളത്തേനോ വേണമെങ്കിലും അവർ ഈ ബോസ്റ്റർ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ജുവനൈൽ കോർട്ടിൻ്റെ ശിക്ഷ അനുസരിച്ച് അവരെ ജയിലിൽ പാർപ്പിക്കാം. അപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 2007 നേരത്തെ ഉണ്ടായത്, പിന്നെ അത് പുതുക്കി 2015 ഇങ്ങനെയുള്ള കുട്ടികളെ, ഹീനിയസ് ക്രൈം ചെയ്യുന്നവരെ, 7 വർഷത്തെ കൂടുതൽ ശിക്ഷ ഉള്ള കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് മേജർ ആൾക്കാരുടെ ട്രയൽ പോലെ തന്നെ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ ഇവരെ ആ രീതിയിലേക്ക് ട്രയൽ നടത്താം എന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3 പേരെ തീർച്ചയായിട്ടും അവരെ ട്രയൽ നടത്തുന്നത് മേജർ ആൾക്കാരുടെ അനുസരിച്ചുള്ള കുറ്റചാർജ് കൊടുത്ത് ഇതുപോലെയുള്ള കണ്ടീഷൻ എക്സ്പെർട്ട് ഒപ്പീനിയനിൽ അത് പോലീസ് വാങ്ങിച്ചിട്ട് ഒരു ട്രയൽ എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ 13-കാരിയെ തീർച്ചയായിട്ടും അപ്രൂവ് ആക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം കുറ്റം ചെയ്തതാണ്, മൈനറാണ്, ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കുട്ടി ഒരു മാപ്പ് സാക്ഷിയാക്കി അങ്ങ് കൊടുക്കട്ടെ. അവൾ ഈ 3 പയ്യന്മാരെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളും അതെല്ലാം കോടതി പറഞ്ഞ് അവൾക്ക് മൈനറായതുകൊണ്ട് കൺവിക്റ്റ് ചെയ്യത്തില്ല, രണ്ടാമത് ശിക്ഷയുമില്ല. സത്യം പറയുന്നുണ്ടെങ്കിൽ അത് കോടതി പറയുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 നിലവിൽ വന്ന ശേഷം 16-നും 18-നും ഇടയ്ക്കുള്ള കുട്ടികൾ, മൈനർ കുട്ടികൾ മർഡറും ഹീനിയസ് ക്രൈംസ് ചെയ്താൽ 7 വർഷത്തേക്കുള്ള ശിക്ഷ ഉള്ള കേസുകൾ ചെയ്താൽ അവരെ മേജർ ആൾക്കാരെ പോലെ കരുതി ട്രയൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് നമ്മൾ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.